ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം നമ്മുടെ ഓണം എക്സാം, അതുപോലെ ഇപ്പം എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉണ്ട്, സൗണ്ടിന് ചെറിയ വ്യത്യാസം കാണും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ക്രിയേറ്റീവ് വേൾഡിലാണ്. എൻ്റെ മറ്റേ വേൾഡല്ല, ആ സീരീസ് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. ഇത് ആ വേൾഡിന് ഞാൻ ഒരു ആൻഫാം കൊണ്ടുവന്നു, പക്ഷെ അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അത് ഞാൻ റെക്കോർഡ് ചെയ്തത് അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു പുതിയൊരു വേൾഡ് എടുത്തിട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് തൽക്കാലം ക്രിയേറ്റീവിൽ അയൺ ഫോം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ അയൺ ഫോമിൻ്റെ പ്രത്യേകത, നമുക്ക് സോംബിയുടെ ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ കഷ്ടപ്പാടാണ് സോംബിയെ കൊണ്ടുവരിക എന്നത്. അപ്പോൾ സോംബി ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ അയൺ ഫോമിൽ. അപ്പം അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞങ്ങളുടെ ലൈറ്ററൊക്കെ പെറുക്കിയിട്ട് ഇല്ലല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതൊക്കെ വലിയ വലിയ തിരക്കേടില്ലാത്ത സാധനമൊക്കെ തന്നെയാണ്. ഒരുപാട് ആവശ്യമൊന്നും നമുക്ക് ഇല്ല ഇതിൽ. അതിനായിട്ട് നമ്മളൊരു പ്ലെയിൻ സ്ഥലം കണ്ടുപിടിക്കണം. അതായത് ഈ മരം ഒന്നുമില്ല, എല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റാൻ പോവാം. നല്ല അത്യാവശ്യം ഇതുകൊണ്ട് ഈ ഇത്രയും കുറച്ചൊക്കെ നമുക്ക് മാറ്റണം. കുറച്ച് ബ്ലോക്കൊക്കെ അങ്ങ് മാറ്റിയിട്ട് നല്ല ആവശ്യത്തിലൊരു പ്ലെയിൻ സ്ഥലം സെറ്റാക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രത്തിൻ്റെ ആവശ്യം തൽക്കാലം നമുക്കുള്ളത് ഇത്രയും സ്പേസ് മതി. ലൈറ്റ് ആവുന്നുണ്ട്, നമുക്ക് തൽക്കാലം കിടക്കാം. രാവിലെ നോക്കി ഇരുട്ടത്ത് നല്ല പണിയായിരിക്കും. നമുക്ക് ഈ ബെഡെല്ലാം അവിടെ ആവശ്യമുള്ള സംഭവം തന്നെയാണ്. ബെഡെല്ലാം നമുക്ക് വേണം. നമുക്ക് വില്ലേജിനെ കൊണ്ടുവരാനാണ് നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നത്. വില്ലേജിനെ ഇപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരാം. ഇപ്പം എനിക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ക്രിയേറ്റീവ് ആണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാറ്റിയിട്ട് ഇവിടുന്ന് ഒരു 5 ബ്ലോക്ക്, 1 2 3 4 5, അതുപോലെ 1 2 3 4 5, 1 2 3 ഇവിടുന്ന് ഇത്രയും മതി. അല്ല, ഇത് കണക്റ്റ് ആവണം, മനസ്സിലായില്ലേ? ഇത്രയും കണക്റ്റ് ആക്കിയിട്ട് ഇതങ്ങ് പൊട്ടിച്ചു കളയുക. ഇവിടുന്ന് അതുപോലെ 2 ലെയർ പൊട്ടിക്കുക. സ്റ്റോൺ കാണണമെന്നില്ല, 2 ലെയർ അങ്ങ് പൊട്ടിച്ചാൽ മതി. ഇത്രയും ലെയർ അങ്ങ് നമുക്ക് നശിപ്പിക്കണം. ഇത്രയും ലെയർ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കുക, നമ്മൾ അടച്ചു വയ്ക്കുക. ഇനി നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് പോകുന്നൊരു ഇവിടുന്ന് ഒരു 5 പോകണം നമ്മൾ. അതായത് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് 1 2 3 4 5, പിന്നെ അങ്ങോട്ട് 7. 1 2 3 4 5 6 7 ഇത്രയും വേണ്ട. ഇത് നമ്മൾ അവിടുന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. 1 2 3 4 5 6 7. ഓക്കെ, ആയിട്ടുണ്ട്. ഇത്രയും സെറ്റപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ഒരു ലെയറോടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് ഇതുപോലെ ഒരു ലെയർ മൊത്തം എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാബ് വേണം. നമുക്ക് സ്ലാബ് അങ്ങോട്ട് എടുക്കുക. സ്ലാബ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ബട്ടൺസ് കൂടെ അങ്ങോട്ട് എടുക്കണം. ക്രിയേറ്റീവിലാണ്, നമുക്ക് സിമ്പിളായിട്ട് സർവൈവൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. എൻ്റെ മറ്റേ വലിയ ഞാൻ സിമ്പിളായിട്ട് സർവൈവലാണ് ചെയ്തത്. എനിക്കത് വീഡിയോ അങ്ങ് എവിടെ പോയെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനല്ല, സോറി, അതുകൊണ്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ 3 കുഴി, 1 2 3. എന്നിട്ട് നമ്മുടെ ഈ ബാരലില്ലേ, അത് അങ്ങോട്ട് വയ്ക്കുക. ഈ സാധനം കണ്ടില്ലേ, ഇതെല്ലാം ഒരേ പാറ്റേണിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ബട്ടൺ വയ്ക്കുക. ഇതിനെ മണ്ടയ്ക്ക് നമ്മളൊരു 2 3 ബട്ടൺ വെക്കണം. ഇതുപോലെ ഇത്രയും ബട്ടൺ വയ്ക്കുക. എന്നിട്ട് ഈ സ്ലാബ് വെച്ച് ഇത് മണ്ടയ്ക്കൂടെ അങ്ങ് കവർ ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പണി. ഇത് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളപ്പോൾ അത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സോംബിയെ ഇടാം. ഇടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിയേക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു സോംബിയെ കൂടെ ഇവിടെ ഇടാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ബെഡ് നിട്ടോ കേട്ടോ, നമ്മുടെ എന്തോ ഒന്ന് തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ബെഡ് നിട്ട് നോക്കട്ടെ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതൊന്നുമില്ല, നമ്മുടെ ഈ സ്ലാബ് വെച്ചതിൻ്റെ മിസ്റ്റേക്കാണ്. ഇത് 1 2 3 മൂന്നാമത്തേലായിരുന്നു നമ്മൾ വെക്കേണ്ടത്. മൂന്നാമത്തേലായിരുന്നു ഷോൻ്റെ സ്ലാബ് പോയി. ഓക്കെ, മൂന്നാമത്തെ തന്നെ അല്ലേ? ഒരു പന്തികേട് ഉള്ള പോലെ. നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മുടെ ബട്ടൺ ബട്ടൺ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ വയ്ക്കുക. നമുക്കൊരു സോംബിയെ കൂടെ കൊണ്ടുപോയിട്ട് അത്രയും നല്ലതായിരിക്കും. കാരണം സോംബി ഉണ്ടെങ്കിൽ നമുക്ക്
ഡേ ടൈമിൽ വർക്കാവുന്നത്, മറ്റേത് നൈറ്റ് ടൈമിലേ വർക്കാവത്തുള്ളൂ. അങ്ങനെ കുഴപ്പമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടൈമിലേ നമുക്ക് സോംബികളെ കൂടുതൽ വരത്തുള്ളൂ. അപ്പം അവർക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെക്കണം. ഓക്കെ, മതി. ഞാൻ പറഞ്ഞില്ല, എന്തോ തെറ്റുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി ചെയ്തിട്ട്, അതുകൊണ്ട് എന്തോ ഒരു പന്തികേട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലെയർ നമ്മൾ അറിയാതെ കൂട്ടിപ്പോയി സുഹൃത്തുക്കളെ. ഇത്രയും ലെയർ വേണ്ടായിരുന്നു. ചേടാ, തെറ്റൊക്കെ പറ്റും. ചേടാ, ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഈ ബോട്ട് വെക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ വരും. എൻ്റെ സൈസിൻ്റെ ഇതൊരു പ്രോബ്ലം ആണോ അറിയാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എനിക്ക് എന്തോ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. സാധിക്കത്തില്ല. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ അങ്ങ് അടയ്ക്കാം. സ്ലാബ് വെച്ച് ഇതങ്ങ് നശിപ്പിച്ചൊക്കെ ഇനി വേണ്ട. ഇത് ഇവിടെ 3 വഴിയാക്കുക, വാരിൽ വയ്ക്കുക. ബട്ടൺ മുമ്പത്തെ പോലെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. വെച്ചാൽ നമ്മളെ കട്ടിൽ അങ്ങോട്ട് എടുക്കുക. കട്ടിലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ സ്ലാബ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇവിടെ വയ്ക്കണം. വെച്ചിട്ടില്ല. കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ കുറച്ച് ബട്ടൺസ് അങ്ങോട്ട് ഇടണം. അതിനുശേഷം ബോട്ട് എടുക്കും. ചിലപ്പോൾ എനിക്ക് ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ജാവയിലും ബെഡ്റോക്കിലും വർക്കാവുന്നതാണേ, അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് കറക്റ്റാണ്. അതായത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ സർവൈവലൊക്കെ കാണിച്ചു തരാവേ. 1 2 3 4 5 6. ഇവിടുന്ന് ഒരു 6 എണ്ണം മതി കേട്ടോ. ഇവിടുന്ന് ഇത്ര ഒരു 6 എണ്ണം. 1 2 3 4 5 6. ഓ, തെറ്റി. 1 2 3 4 5 6 7. 7. 1 2 3. ഇവിടുന്ന് 3. മനസ്സിലായില്ലേ? അത് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കട്ടെ കൊടുക്കാൻ പറ്റുമെന്ന്. അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. 1 2 3 4. എൻ്റെ ദൈവമേ, എൻ്റെ കഷ്ടപ്പാടൊന്നും പറയാൻ. വട്ടം വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. 1 2 3 4 5 6 7. അത് തന്നെ 7. അങ്ങോട്ട് 7. 1 2 3 4 5. അതെ, കറക്റ്റ്. അപ്പോൾ മനസ്സിലായോ? 5 അങ്ങോട്ട് വയ്ക്കുക. ഇവിടെ അങ്ങോട്ട് 7 വയ്ക്കുക. ഇവിടെ അങ്ങോട്ട് 5 വയ്ക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കളക്കളായി ഇതൊന്നും വയ്ക്കില്ലേ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പണിയാണ്. ഇതങ്ങോട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്ര നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുഴി ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് ഇവിടെയുള്ള കുഴിയിലോട്ട് വന്നിട്ട് ഒരു 2 ബ്ലോക്ക് 1 2 ഇത്രയും കുഴിക്കുക. കുഴിച്ചിട്ട് നമ്മളൊരു ഹോപ്പർ എടുക്കുക. ഹോപ്പർ ചെസ്റ്റും വേണം നമുക്ക്. ഹോപ്പറും ചെസ്റ്റും എടുത്തിട്ട് ഹോപ്പറും ചെസ്റ്റും അങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് ഈ ഹോപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഈ ചെസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിനകത്ത് വർക്കിംഗ് ആണോ നോക്കുക. വർക്കിംഗ് അല്ല, അത് നമ്മൾ ഈ തിരിച്ച് വെക്കണം. ഇങ്ങനെ വെച്ച് നോക്കണം, അപ്പോൾ വർക്കാവും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. സംഭവത്തിനുള്ള നമ്മളെ ചെസ്റ്റ് ഇങ്ങോട്ട് വയ്ക്കുക. ഓപ്പൺ. ശരാ തുറക്കുന്നുണ്ടോ നോക്കുക. ഇപ്പോഴത്തോട്ട് വന്നിട്ട് അങ്ങ് പോയിട്ട് ആ ചെസ്റ്റിന് നേരെ കൂടി 50 ആക്കിക്കൊണ്ട് ചെയ്യുക. അത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഹോപ്പറിനകത്തോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ ഇത് പോകുന്നുണ്ടോ നോക്കുക. എന്നിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സൈൻ ബോർഡാണ്. ഈ സൈൻ ബോർഡ്
ഷിഫ്റ്റ് ആക്കിക്കൊണ്ട് സ്നീക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മണ്ടക്കോട്ട് വെച്ച് ഡൺ കൊടുക്കുക. നേരെ ആ സെൻറ്ററിൽ പോയി ഒന്ന് ഞെക്കുക. ഒന്നുകൂടെ ഷിഫ്റ്റ് ആക്കിക്കൊണ്ട് ഒന്നുകൂടെ ഞെക്കുക. ഇതുപോലെ ഈ സെൻറ്ററും എല്ലാ സെൻറ്ററും നമ്മൾ ചെയ്യണം. 2 എണ്ണം വീതം ചെയ്യണം. ഓക്കെ, ഈ ഒരു ലാസ്റ്റ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ലാവ ഇങ്ങോട്ട് എടുക്കുക. ലാവ ബക്കറ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ലാവ ബക്കറ്റ് എടുക്കുക. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ലാവ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ അങ്ങ് നിന്നോളൂ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇവിടുന്ന് 1 2 3 4 5 കറക്റ്റ് 5. പിന്നെ ഇവിടുന്ന് 1 2 3 4 5 6 കറക്റ്റായിട്ട് അത് തന്നെ ചെയ്യുക, തെറ്റിപ്പോരുത്. ഇനി നമുക്ക് ഈ സ്ലാബ് വെച്ച് കവർ ചെയ്യണം ഇവിടെ എല്ലാം. ചില പണിയുള്ള പരിപാടി ഹാങ് ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിതെല്ലാം ഇവിടെ കവർ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ അത്രയും കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷവൽ എടുക്കുക. ഷോവൽ എടുക്കുക. ഷോവൽ നമ്മൾ നല്ലൊരു ഷോവൽ എടുക്കണം. കോപ്പറിൻ്റെ ഒന്നുമല്ല, അയണിൻ്റെ തന്നെ എടുക്കണം. അയൺ കഴിഞ്ഞുള്ള എല്ലാം എടുക്കുക. ഞാനൊരു ഡയമണ്ട് അങ്ങ് എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ ഈ ഒരു കോർണർ ഉണ്ടോ, അവിടുന്ന് 6 എണ്ണം 1 2 3 4 5 6 ഈ കോർണർസിൽ നിന്നെല്ലാം നമ്മൾ 6 വട്ടം എടുക്കണം. അതായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. തൽക്കാലം നമ്മൾ ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഈ കോർണറിൽ 1 2 3 4 5 6 നമ്മൾ നേരെ പോയിട്ട് ഈ കോർണറിൽ നിന്നും 1 2 3 4 5 6. ഓക്കെ, ഇനി ഈ കോർണറിൽ നിന്നും 1 2 തീർന്നുപോയി 3. ഇനി നമ്മളിതെല്ലാം അടയ്ക്കണം. അതാണ് ഭയങ്കര പണിയുള്ള പണിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇച്ചിരി കഷ്ടപ്പെട്ട ചെയ്തത്. ഒന്നാമത് എൻ്റെ ഗ്രാഫിക്സ് കാർഡിന് പവർ സപ്ലൈ ഒന്നും ഇല്ല, ഇതിന് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. 3 4 5 6. ഓക്കെ, നമ്മൾ ഇത്രയും കോർണേഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അടച്ചിട്ടേക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണേഴ്സ് എല്ലാം ഒന്നിപ്പിക്കണം. മനസ്സിലായില്ലേ? വേണ്ടേ, ഇതുപോലെ ഇവരെ ഒന്നിച്ച് വയ്ക്കണം. അതാണ് നമ്മുടെ ഈ അടുത്ത പണി എന്ന് പറഞ്ഞാൽ. ഇതിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഇവിടെ കൊണ്ട് കൂട്ടിച്ചേർക്കുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും അതുപോലെ എണ്ണ കൊണ്ട് കൂട്ടിച്ചേർക്കുക. ഈ ഇളകി പോകുന്ന എനിക്ക് ഭയങ്കര ശല്യം കേട്ടോ. ഇവിടൊക്കെ ഗ്യാസ് ഇല്ലാത്ത നമ്മൾ വെച്ച് കൊടുക്കുക. അട്ടേക്കാൻ ഒന്നിപ്പിക്കുക. ഇതിവിടെ അവിടെ കൊണ്ടങ്ങ് ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നിപ്പിക്കൽ പരിപാടി അതോടെ തീർന്നു. ഓക്കെ, ഇത്രയും നമ്മൾ ഒന്നിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ഇതെല്ലാം നമ്മൾ ഫുള്ള് ഇതുപോലെ പാത്താക്കണം. മനസ്സിലല്ലേ? ഇതെല്ലാം നമ്മൾ പാത്താക്കണം. അതാണ് നമ്മുടെ മെയിൻ പണി. അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വേണ്ട ഇതുപോലെ അങ്ങ് ആക്കി എടുക്കുക. അതാണ് നമ്മുടെ പണി. ഇതുപോലെ അങ്ങ് ആക്കി സെറ്റാക്കി എടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വാട്ടർ ബക്കറ്റ്. വാട്ടർ വേണം, വെള്ളം അങ്ങോട്ട് എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഓരോ കോർണറിൽ നിന്ന് ഈ കോർണറിലൊന്ന്, ഈ കോർണറിലൊന്ന്, ആ കോർണറിലൊന്ന്, ഇനി ഇവിടെ വരണം. ഓക്കെ, അത്ര സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ വില്ലേജേഴ്സിനെ എത്തിക്കാനായിട്ട് നമ്മൾ വില്ലേജർ സ്പോൺ അങ്ങ് ഇങ്ങോട്ട് എടുക്കുവാണ്. 3 പേരെ അങ്ങോട്ട് എടുക്കുക. 1 2 3. ഇവനോട് ഇത് എടുക്കണം. ഈ ബെഡ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ചിലപ്പോൾ വേറെ വില്ലേജ് രാത്രി ഇവിടെ വരാറുണ്ട്. ആയിക്കട മറിക്കേ. എന്നിട്ട് നമ്മളിവിടെ സോംബി ഇടുന്നില്ലെങ്കിൽ നമ്മൾ ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇത്ര ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇവിടെ നമ്മൾ ഒരു വെളിച്ചവും വരരുത്, ടോർച്ച് ഒന്നും വെക്കരുത്. ഈ ഫുൾ ഏരിയ നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ കിടക്കണം.
സോംബി ഇടുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ സോംബി ഇടാം, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്കാവുന്ന സംഭവമാണ്. സോംബിയൊക്കെ ഇട്ടൊക്കെ ഇടുക. സോംബി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവനെ അങ്ങോട്ട് ഇടുക. ആ ഓക്കെ, ഇത്ര സെറ്റപ്പ് ആയിരുന്നു. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അയങ്കോലം സ്പോൺ ആയി തുടങ്ങിക്കോളും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എടാ സുഹൃത്തുക്കളെ, കണ്ടോ വർക്കായത് കണ്ടോ? ഞാൻ നൈറ്റ് ആയപ്പോഴത്തേക്ക് വർക്കായി തുടങ്ങി. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. കണ്ടോ വർക്കാവുന്നുണ്ടോ? ചത്ത് കഴിഞ്ഞോളന്നേ നമ്മളാണ് ഇങ്ങോട്ട് വരിക, ജസ്റ്റ് അങ്ങോട്ട് തുറക്കുക, സാധനം എത്തി. ഇത്രയേ ഉള്ളൂ. സോംബി കഴിക്കണം നിർബന്ധം ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ സ്പോൺ ആയി കഴിയും. സമയം കഴിയുമ്പോൾ സ്പോൺ ആയിക്കൊണ്ടേയിരിക്കും ഇവിടെ. നമ്മൾ ഷവൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അയങ്കോലല്ലേ ഇവിടെ ഒന്നങ്ങ് സ്പോൺ ആവും. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ ഷവൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പ്രശ്നം വരത്തില്ല. കണ്ടില്ലേ? അതുകൊണ്ട് അവിടെ ഒരു അയങ്കോലമൊക്കെ നിൽക്കുന്നു. അതൊക്കെ വില്ലേജിൻ്റെ അയങ്കോല. നമ്മൾ അഥവാ ഇവിടെ വല്ല സ്പോൺ ആണെങ്കിൽ അപ്പം ഇവനെ തല്ലിക്കൊന്നോണം, അല്ലെ അടുത്ത അയങ്കോല സ്പോൺ ആവത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ഏതാണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് അവനെ അങ്ങ് തല്ലിക്കൊന്നേക്കാം. ചിലപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ഇനി അടുത്ത അയങ്കോല സ്പോൺ ആവത്തില്ല. അവനെ അങ്ങ് തീർത്തേക്കാം നമുക്ക്. നമ്മൾ അവനെ തീർത്തിട്ടുണ്ട്. ഇവിടെ അയങ്കോല നടപ്പുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കുഴപ്പമില്ല. ഇപ്പോൾ ഉമ്മാരങ്ങ് സ്പോൺ ആയിക്കോളും. അത് ആലോചിച്ചാരും പേടിക്കണ്ട. അറിയപ്പെടാൻ്റെ കെട്ടിരുന്ന് പശു നടക്ക. കണ്ടോ ഇത്രയുള്ള സംഭവം സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ ഇൻഫോം വീഡിയോ ഇഷ്ടമായോ? അതിൻ്റെ ഞാൻ ഉറങ്ങട്ടെ, ഇറങ്ങിയിട്ട് ഔട്ട്രോ പറയാം. അങ്ങോട്ട് എണ്ണിച്ച് മാറിക്കേ. സിമ്പിൾ, നിങ്ങളിത് ചെയ്യണേ, മറക്കില്ല. നിങ്ങൾക്ക് സർവൈവലിൽ ഏറ്റവും നല്ലൊരു ട്രിക്കാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് എൻ്റെ മറ്റേ ആ എപ്പിസോഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിലത് റെക്കോർഡിങ് പോയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യണേ പ്ലീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇവർക്ക് ബൈ.